നടത്തിയത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തരായ നേതാക്കന്മാരാണ്. സമാപന പ്രസംഗം നടത്തിയത് വിനീതനായ ഞാനുമാണ്. അപ്പൊ ആ സമാപന പ്രസംഗത്തിൽ അതാ ഞാൻ പറയാൻ തുടങ്ങി. ആ സമാപന പ്രസംഗത്തിൽ ഞാൻ പലിശയെ പറ്റി വളരെ ശക്തമായി നിശിതമായി വിമർശിച്ചിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇപ്പോ അതിന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി, അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇച്ഛാശക്തി, ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കഴിയും എന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. 2 ദിവസം പ്രസംഗം വെച്ചു. അൽ ഫുർഖാന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ പ്രസംഗം വെച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഗ്രൗണ്ടിൽ 5000-ലധികം സ്ത്രീകൾ, 10,000-ലധികം പുരുഷന്മാരുള്ള വലിയൊരു പരിപാടി. സ്ത്രീകളുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടി സ്വർണം ചോദിച്ചിട്ട് ഊരാൻ പറഞ്ഞിട്ട് മോതിരം ഇങ്ങനെ ഊരി 1.5 മണിക്കൂർ സ്വർണം വന്നുകൊണ്ടേയിരുന്നു. പവൻ കണക്കിന് സ്വർണം അൽഹംദുലില്ലാഹ് കിട്ടി. അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊന്നുമോൻ, ഒരു ചെറുപ്പക്കാരൻ, എല്ലാ ദാടിയൊക്കെ വെച്ച് മുടിയൊക്കെ നല്ല സുന്നത്തായി വെട്ടി നമസ്കാരത്താഴ്മൊക്കെ ഉള്ള നല്ലൊരു പൊന്നുമോൻ സ്റ്റേജിലേക്ക് വന്നിട്ട് അവന്റെ മോനെ കൊണ്ടുവന്ന്, ഹിഫ്ദ് ഖുർആൻ ആയിരുന്നു വിഷയം പ്രധാനമായി. അപ്പൊ ഖുർആൻ ബൈഹാർട്ടാക്കുന്നതിന്റെ മഹത്വം പറഞ്ഞപ്പോ അവന്റെ മോനെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് എന്റെ മോനെ ഹാഫിളാക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോനെ ആദ്യം തന്നെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ ഇങ്ങനെ കണ്ടിട്ട് നിന്നെ പരിചയം ഉണ്ടല്ലോ എന്ന് വെച്ചപ്പോ ഞാൻ അവിടെ പ്രസംഗത്തിനുണ്ടായിരുന്നു. അവന്റെ ചരിത്രം, അവന്റെ സംഭവങ്ങൾ ചുരുക്കി സ്റ്റേജിൽ നിന്ന് പറഞ്ഞു. പിറ്റേന്ന് പകൽ പിന്നെ എന്റെ വീട്ടിലും വന്ന് പറഞ്ഞു. അത് ഞാനിവിടെ പറയാം. അവൻ നല്ല ലക്ഷങ്ങളുടെ സ്വത്തുള്ള ആളാണ്. വീട് എന്നെ മൊബൈലിൽ കാണിച്ചു. അവന്റെ വീട് 3 നിലയുള്ള ഗംഭീരമായ അവന്റെ വീട്, വലിയ വീട്, 6-7 വാഹനങ്ങൾ, നല്ല കച്ചവടം. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇതിന്റെ തുടക്കത്തിലെ പ്രസംഗം കേട്ടത്. പ്രസംഗത്തിൽ പലിശയുടെ വിപത്തിനെ പറ്റി ശക്തമായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു പ്രസംഗത്തിൽ. ആ പ്രസംഗം കേട്ട അവൻ മാനസികമായി പാടെ അങ്ങോട്ട് പരിവർത്തനം വന്നു. അവൻ പോയിട്ട് ആദ്യം ചെയ്തെന്താന്ന് വെച്ചാൽ വീടും പലിശ ബന്ധമുള്ള വണ്ടികളും മൊത്തം വിറ്റു. സർവ്വതും വിറ്റു. പലിശയോട് ബന്ധപ്പെട്ട എല്ലാം വിറ്റ് പലിശ മൊത്തം അങ്ങ് ഒഴിവാക്കി കംപ്ലീറ്റ് നിർത്തി. എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോ 23 സെന്റ് ഭൂമിയുണ്ട്. പലിശ തൊടാത്ത 23 സെന്റ് ഭൂമിയും ഒരു കാറുണ്ട്, ഒരു ഇൻഡിക്ക കാറും. ഇതൊഴിച്ച് ബാക്കി എല്ലാം പലിശ തൊട്ടതാ, എല്ലാം വിറ്റു. അതാണ് ഒരു ഇച്ഛാശക്തി. അല്ലാഹു തആല ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശം അങ്ങോട്ട് കടത്തി കൊടുത്താൽ, അതങ്ങ് കടന്നു കഴിഞ്ഞാൽ ബാങ്കുകാരെല്ലാരും തവക്കുൽ ചെയ്യുന്നോ അവൻ ബാങ്കുകാരന്റെ പുറകിന് പോവും. പലിശക്കാരെല്ലാരും തവക്കുൽ ചെയ്യുന്നോ അവൻ പലിശക്കാരന്റെ പുറകിന് പോവും. കോടീശ്വരെല്ലാവരും തവക്കുൽ ചെയ്യുന്നോ അവൻ കോടീശ്വരന്റെ പുറകിന് പോവും. രാഷ്ട്രീയ മേലാളന്മാരെല്ലാരും തവക്കുൽ ചെയ്യുന്നോ അവൻ രാഷ്ട്രീയ മേലാളന്മാരുടെ കൂടെ പോകും. പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും തവക്കുൽ ചെയ്യുന്നോ അവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകും. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ആര് തവക്കുൽ ചെയ്യുന്നോ ഫഹുവ ഹസ്ബുഹ്, അവൻ അല്ലാഹ് മതിയായവനാണ്. എനിക്ക് എന്റെ റബ്ബ് മതിയായവനാണ്. എന്റെ റബ്ബാണ് എന്നെ കോടീശ്വരനാക്കുന്നത്. ഞാൻ കോടീശ്വരനായാലും, ഞാൻ കോടീശ്വരനായി കൊട്ടാരത്തിൽ കഴിഞ്ഞാലും, മാളിക മേലെ ഇരിക്കുന്ന മന്നന്റെ മേലെ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അങ്ങ് പടച്ച തമ്പുരാൻ വിചാരിച്ചാൽ എന്റെ കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിടിച്ചിറക്കാൻ കഴിയും, എന്റെ കാറിൽ നിന്ന് എന്നെ പിടിച്ചിറക്കാൻ കഴിയും, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാൻ കഴിയും, എന്റെ തെങ്ങിൻ തോപ്പിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാൻ കഴിയും, എന്റെ റബ്ബർ സ്റ്റേറ്റിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാൻ കഴിയും, എന്റെ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ നിന്ന് എന്നെ പിടിച്ചിറക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യമുള്ളവൻ ആരല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നോ ഫഹുവ ഹസ്ബുഹ്, അല്ലാഹു അവന് മതിയായവനാണ്. ഇവനങ്ങ് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു. എല്ലാം അങ്ങ് വിറ്റു. പലിശ മൊത്തം അങ്ങോട്ട് ഒഴിഞ്ഞു. എന്നിട്ട് 23 സെന്റ് ഭൂമിയാ ഉള്ളത്. എന്നിട്ട് അവൻ വന്നിട്ട് പറയുന്നു 23 സെന്റ് ഭൂമിയാണ് ആകെയുള്ളത്, അത് പലിശ തൊടാത്തതാണ്, ഒരു ഇൻഡിക കാറുമാണ്. ഈ 23 സെന്റിൽ നിന്ന് 10 സെന്റ് ഞാൻ ഫുർഖാന് വേണ്ടി തരുന്നു ഉസ്താദേ.